Hi, welcome to the new episode of Inner Battle. അപ്പോൾ ഇന്നർ ബാറ്റിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് വേറൊരു സബ്ജക്റ്റ് സെയിം തന്നെയാണ്, ഇന്നർ ബാറ്റിൽ തന്നെയാണ്. ഇന്നത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് ഗിൽറ്റ് വേഴ്സ് സെൽഫ് കമ്പാഷനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ ഗിൽറ്റ് ആവാം, പക്ഷേ ആ ഒരു ഗിൽറ്റ്നെസ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു കുറ്റബോധമൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കരമായിട്ട് കയറി എഫക്റ്റ് ചെയ്യും. ഈ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് അറിയത്തില്ല, നമ്മളിങ്ങനെ പോകും. കാര്യം നമ്മുടെ മൈൻഡിനകത്ത് മുഴുവൻ ഈ കാര്യമായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, അതായത് നമ്മളുടെ പാസ്റ്റിലല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ജേണിക്കകത്ത് നമുക്കുണ്ടായ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഗിൽറ്റ് അടിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളൊന്നും അറിയത്തില്ല, പക്ഷെ അത് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് നിന്നിട്ട് നഷ്ടപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ നമുക്കിന്ന് ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഗിൽറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമ്മുടെ മൈൻഡിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ഓവറായിട്ട് നമ്മൾ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദിവസങ്ങളെ കൊല്ലും. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഏതൊക്കെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ ഗിൽറ്റ് അടിച്ച് നിങ്ങളുടെ എത്രയോ ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടല്ലേ. ഇതേ സാധനം എല്ലാ ആൾക്കാരുടെ ലൈഫിലും ഉണ്ടായിരിക്കും, എല്ലാ ആൾക്കാരുടെ ലൈഫിലും ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരിക്കും. അടുത്ത് ഗിൽറ്റ് ഫീലിംഗ് കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം, എപ്പോഴും നമ്മുടെ ഫിയറിൻ്റെ ലെവലിനെ ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാറ്റിനോടും ഭയമായിരിക്കും. പിന്നെ ഈ ഗിൽറ്റിന് വേറൊരു സ്വഭാവമുണ്ട്, ഇത് നമ്മളെ ഡാർക്ക് ഏരിയയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് റൂമിൽ നമ്മളെ പിടിച്ചിടും. നമുക്കൊരു കാര്യത്തിനോടും ഒരു ഉഷാറ് തോന്നത്തില്ല, ഒരു കാര്യത്തിനോടും ഒരു സിൻസിയറിറ്റി തോന്നത്തില്ല, ഒരു കാര്യത്തിനോടും ഒരു ആത്മാർത്ഥതയും തോന്നത്തില്ല. നമ്മളെപ്പോഴും ആ ഒരു പെയിൻഫുൾ കണ്ടീഷനകത്ത് തന്നെ നമ്മളിങ്ങനെ ഫ്ലോ ചെയ്തിങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മളിത് പിടിച്ചങ്ങ് ഡാർക്ക് റൂമിലിടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിത് ഡയറക്റ്റ് ചെയ്യും ഏതിലേക്കെന്നറിയാമോ? ഡിപ്രഷനിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. ഫൈനൽ കണ്ടീഷനിൽ നമ്മുടെ കയ്യിൽ നിന്നിട്ട് എല്ലാ കൺട്രോളും പോകുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഐ ആം ഇൻ ഡിപ്രഷൻ. പിന്നെ ഈ ഒരു ഗിൽറ്റ് ഫീൽ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചില കാര്യങ്ങളത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് ആപ്റ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. പലപ്പോഴും ആ ഒരു ഗിൽറ്റ് ഫീലിനകത്ത് നിന്നിട്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം 95% നമുക്കെതിരെയായിരിക്കും. കാര്യം ഏതാണ് നല്ലത് ഏതാണ് തെറ്റ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനകത്തേക്ക് ഇത് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. നമ്മുടെ ലൈഫ് നഷ്ടമാകും. നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഗിൽറ്റ് ഫീൽ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ടോക്കും വരത്തില്ല. പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വന്നാലല്ലേ നമുക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ടോക്കായിരിക്കും. നമ്മൾ ലൈഫിനെ വെറുക്കുന്നത് മാത്രമല്ല, ചില ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നമ്മൾ ചില തെറ്റായ, അതായത് സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുതിരാനായിട്ട് സാധ്യതയുണ്ട്. ഗിൽറ്റ് ഫീൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരും കൂടുതൽ കിടക്കാൻ ആഗ്രഹിക്കുന്നതും പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഇവൻസിനകത്തായിരിക്കും. എന്നാൽ കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്നതും പാസ്റ്റിൽ നടന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇവൻസ് ആയിരിക്കും. മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഇവൻസ് ഉണ്ടോ അത് മറക്കുക. അതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ഗിൽറ്റ് ഫീൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയോ ആ ഒരു ഗിൽറ്റ് ഫീലിന് നമ്മുടെ ലൈഫിനകത്ത് ത്രൂ ഔട്ട് ജേർണി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷനോ നമ്മൾ കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ഗിൽറ്റ് ഫീൽ നമ്മളിൽ കൊണ്ടിടുന്ന മറ്റൊരു കാര്യമാണ് സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് അത്ര വലുതായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത് വ്യക്തിയുടെ കംപ്ലീറ്റ് ലൈഫിൻ്റെ, അതിൻ്റെ ഓൾ ലൈഫിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലെവൽ മൊത്തത്തിൽ മറിച്ച് കളയും. സോ ഗിൽറ്റ് ഫീൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എറൈസ് ചെയ്ത് കളയേണ്ട ഒന്നാണ്.
സ്വന്തമായിട്ട് എറൈസ് ചെയ്ത് കളയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് തേടുക, സ്പെഷ്യലിസ്റ്റിനോട് സംസാരിക്കുക, സ്പെഷ്യലിസ്റ്റിനെ പോയി ചെന്ന് കാണുക. ഏറ്റവും നല്ലൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലൊരു ഫീവർ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഫൈറ്റിംഗ് നടത്തുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സ്പെഷ്യലിസ്റ്റിനെ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങളുടെ മൈൻഡ് സ്പെഷ്യലിസ്റ്റിനെയോ മൈൻഡ് മെക്കാനിക്കിനെയോ ഒക്കെ നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും.